സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ കുറേ കാര്യങ്ങള്, അതിൻ്റെ ഒരു ബയോളജി, ജീവശാസ്ത്രം, അതിൻ്റെ ഓരോ അവയവങ്ങളും ഘടകങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നുവോ ആ ദൈവം തന്നെയാണ് ഉടമ്പടി ലക്ഷ്യം. ബൈബിളെന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മാനുഷികമായ ബലഹീനതയിൽ ഇരുട്ടിൽ കിടക്കുന്നവർക്കും ഒരു പ്രത്യാശയാണ്. ഏത് പാപാവസ്ഥയിൽ കിടക്കുന്നവനും ഒരു പ്രത്യാശ കൊടുക്കും. എന്താണ്? അന്ധകാരത്തിൽ കിടക്കുന്നവർ ഒരു പ്രകാശം കണ്ടു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മത്തായി 4:16 ഭയങ്കരമായൊരു വചനമാണിത്. അതായത് മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ, പറഞ്ഞ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അതായത് മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം തന്നെയാണ്. പാപത്തിന്റെ ശമ്പളം മരണം. അതാണ് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. പാപത്തിന്റെ ശമ്പളം മരണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 6:22. റോമ 6:22. പാപത്തിന്റെ വേതനം മരണമാണ്. പാപത്തിന്റെ ശമ്പളം, പറഞ്ഞേ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണമാണ്. റോമയുടെ കൂടെ പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് പറയുന്ന വചനത്തിന്റെ കൂടെ വായിച്ചേ. മത്തായി 4:16. മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങള് വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും. മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിപർവ്വതത്തിന് താഴ്വര എന്നല്ല എൻ്റെ അർത്ഥം. പാപത്തിന്റെ മേഖലയിലെ. പക്ഷേ കാര്യം എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പം മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിന് ഒരു മേഖല തന്നെയുണ്ട്. പാപത്തിന് വലിയൊരു മേഖലയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് പാപത്തിന്. അപ്പോൾ ഒരു ഈ പാപത്തിൻ്റെ ഒരു സിൻ സോൺ എന്ന് പറയാവുന്ന സിൻ സോൺ എന്ന് പറയുമ്പോൾ അത് ഒരു പാപമായിട്ട് വരത്തില്ല. ഒരാളിന് ഒരു പാപം ഉണ്ടെങ്കിൽ അതിന് മുഴുവൻ ഒരു സോണിൽ തന്നെ ആ മുഴുവൻ പാപമായിരിക്കും. ഇപ്പം ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇവിടെ അതിരപ്പള്ളി പണ്ട് ഞാൻ പോയിട്ടുള്ളതാണ്. 70-75 പോയിട്ടുള്ളതാണ്. അപ്പം അന്ന് പോയപ്പോൾ അവിടെയൊക്കെ എണ്ണപ്പനയില്ലേ. ഇപ്പം ചെല്ലുമ്പോൾ മുഴുവൻ എണ്ണപ്പനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഞാൻ പോയപ്പോൾ ആ എണ്ണപ്പനയുടെ ആ കാട്ടിക്കുടിയൊക്കെ വെറുതെ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. എന്താ പോയെന്ന് വെച്ചാൽ ഭയങ്കരമായൊരു കുളിർമയാണ്. അപ്പം അത് ഈ പെണ്ണപ്പനയുടെ മേഖലയാണ്. ഇതുപോലെ ഒരു പനയായിട്ടൊന്നും ഉണ്ടാകത്തില്ല. പാപത്തിൻ്റെ ഒരു പനയായിട്ടുണ്ടാകത്തില്ല. ഒരു മേഖലയായിരിക്കും ഉണ്ടാകണത്. ഈ മേഖല, പാപത്തിൻ്റെ മേഖലയിൽ എന്ത് ചെയ്യണം? അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം. അപ്പം ഞാനെന്ന് പറഞ്ഞ കാര്യം അത്ര കുറച്ച് അട്ടേക്കപ്പെടക്കൂടി. അവൻ വലുതാകണം, ഞാൻ ചെറുതാകണം. യോഹന്നാൻ 3:30. യോഹന്നാൻ 3:30. അവൻ വളരുകയും. അവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അയാള്. ഉടമ്പടിയിൽ എന്താ സംഭവിക്കേണ്ടത്? യോഹന്നാൻ 3:30 സംഭവിക്കണം. എന്താണ്? അവൻ വലുതാകുകയും ഞാൻ കുറയുകയും വേണം. അവിടെയാണ് ഒരു പ്രശ്നം. അപ്പം 2 പ്രോസസ്സാണ് നടക്കുന്നത് ഒരേ സമയത്ത്. എന്താ കാര്യം? അവൻ വലുതാകുകയും ചെയ്യണം. പിന്നെ എന്താണ്? ഞാൻ കുറയുകയും ചെയ്യണം. യോഹന്നാൻ കുറയണ കാര്യമല്ല. ഞാൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ? എന്താണ് ഞാനെന്ന് പറയുന്നത്? എന്താണ്? അഹം. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും അഹം ബ്രഹ്മാസ്മി എന്ന് പറയത്തില്ല. എന്താ കാര്യം? അഹത്തിന് ബ്രഹ്മാസ്മി ആകാനൊന്നും പറ്റത്തില്ല. അവിടെ ഞാനെന്ന് പറയുന്ന സംഭവമുണ്ട്. എന്താ കാര്യം? ഞാനെന്ന് പറയുന്നത് എന്താണ്? ഞാൻ, ബൈബിൾ പറയും, ഞാൻ ദുർഭകനായ മനുഷ്യൻ. ആരെങ്കിലും എന്നെ രക്ഷിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ. എന്താ കാര്യം? എന്നെക്കൊണ്ട് തന്നെ എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ
അത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 7:24 റോമ ശ്രുതികടെ റോമ 7:24 റോമ 7:24 ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഇതാണ് ഞാൻ എന്ന് പറയണത്. എന്താണ് ഞാൻ? എന്താണ്? ഒരു ഗതികെട്ട മനുഷ്യനാണ്. എന്താണ്? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. വായിച്ചോളൂ. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന്. അവിടെ മരണമെന്ന് പറഞ്ഞാൽ പാപമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ദുർഭകനായ മനുഷ്യൻ, പാപത്തിന്. അപ്പം മരണത്തിന് എന്നാണ് എഴുതിയിരിക്കണമെങ്കിൽ നമുക്ക് ബൈബിളിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് മരണം എന്ന് പറഞ്ഞ ഉടനെ പാപമെന്ന് നമ്മൾ വായിക്കേണ്ടി വരും, തർജ്ജമ ചെയ്ത് വായിക്കേണ്ടി വരും. എന്താ? ഞാൻ ദുർഭകനായ മനുഷ്യൻ പറഞ്ഞേ. പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന്. അപ്പൊ ശരീരമാണ് പ്രശ്നം. ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? എന്നെ ആര് മോചിപ്പിക്കും? ശരീരത്തിൽ നിന്ന് ആരെങ്കിലും മോചിപ്പിക്കണം. എന്താ കുഴപ്പം? എന്താണ്? എത്ര കിട്ടിയാലും പോരാ. അതാണ് പ്രശ്നം. എത്ര കിട്ടിയാലും പോരാ. ഇപ്പം ഓരോ വ്യക്തികൾ എന്താ ചെയ്യണത്? നമ്മൾ ഓരോരോ ആൾക്കാർ മലയാളത്തിൽ സംഭവിക്കണുണ്ടല്ലേ. ഇപ്പം ഞാൻ ഈ ദിവസം തമിഴ്നാട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെല്ലാം കേരളക്കാർക്ക് പഠിക്കണം തോന്നാമെന്ന് പറഞ്ഞ്. തമിഴ്നാട് കണ്ടപ്പോഴേ ഞാൻ ഇവരെല്ലാം കേരളക്കാർക്ക് പഠിക്കുകയാണ്. അതാണ് ഞാൻ ഇത് നമ്മൾ അതിർത്തി പ്രദേശങ്ങളിൽ ചെന്നാൽ മനസ്സിലാകും. അതിർത്തി പ്രദേശങ്ങളിലെല്ലാം പണ്ടുണ്ടായിരുന്നത് സാധാരണ മനുഷ്യൻ ജീവിക്കാൻ പറ്റിയൊരു വീട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവരെല്ലാവരും 2 നിലയും 3 നിലയും ഒക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ 3 നില ആക്കിയാലും കുഴപ്പമില്ല. എന്താ പ്രശ്നം? അതിൻ്റെ അകത്തൊരു 30 ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 3 പേരെ താമസിക്കുന്നുള്ളൂ 3 നിലയിൽ. അവിടെയാണ് ഈ ഞാനെന്ന് പറഞ്ഞ സാധനം വരണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ? ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരികയെ, വിരുന്നുകാർ വരുമ്പോൾ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ 2 കൈ നീട്ടിക്കൊണ്ട് അവിടുത്തെ വായും പൊളിച്ച്, ചുമ്മാ അഭ്യാസമാണ്. അവർക്ക് പറയാം മലയാളിക്ക് കുറച്ച് അഭിനയം കൂടുതലാണല്ലോ, നമ്മളെല്ലാവരും ആക്ടേഴ്സ് അല്ലേ. അപ്പം ഇവർ വായും പൊളിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്ര നാളെ കണ്ടിട്ട് ഈ വഴിയൊക്കെ മറന്ന ആര് വെറുതെ പറഞ്ഞ അതൊക്കെ ചുമ്മാ അടിച്ചു വിടണമെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. ഈ വഴിയൊക്കെ മറന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചിങ്ങനെ 70mm പല്ലും കാണിച്ച് നിൽക്കല്ലേ. അപ്പോഴുണ്ട് അവർ പറയണേ എൻ്റെ കൊച്ച്, എൻ്റെ ഇളയമ, എൻ്റെ കൊച്ച് മറന്നു. ഞാനോർത്ത് അതാണ് നമ്മുടെ വീടെന്നും പറഞ്ഞു. ഞാൻ കുറേ നാളായല്ലേ ഇവിടെ വന്നിട്ട്, 10-12 കൊല്ലം. ഞാനോർത്ത് അതാണെന്നും പറഞ്ഞ് ആ വീട്ടിൽ കയറി, കാറുള്ള വീട്ടിൽ കയറി ചെന്നു. ഇവിടെ വീട്ടിൽ കാറില്ല. അപ്പോൾ ഇവരുടെ വീടാണെന്നും പറഞ്ഞ് അവിടെ കയറി ചെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഈ 70mm അങ്ങനെ അതിനെ കൊട്ടി അടച്ച് തീർന്ന പരിപാടി. ഇതാണ് ഞാനെന്ന് പറഞ്ഞ സാധനം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവരെ എന്നെയും തമ്മിൽ നീ തുലനം ചെയ്തിട്ടില്ലേ. അപ്പം ഞാൻ അവരല്ലെന്ന് പറയുമ്പോൾ എനിക്കെന്തോ കുറവുണ്ടെന്നല്ലേ ഭർത്താവ്. വീട് മാറി കയറിയെന്നാ പറയണവേ. വീട് മാറി കയറിയപ്പോൾ തന്നെ നെഞ്ചുവേദനയായി. വേദന പറഞ്ഞതേ ഉള്ളേ. നമ്മളാരും കയറിയില്ല, അവരാണ് കയറിയത്. അവർ നമ്മുടെ വീട് മാറി വേറെ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നെഞ്ചുവേദന. ഇതാണ് ഈ നെഞ്ചുവേദന പറയണത്. ബ്രഹ്മാസ്മി അല്ല ശരിക്കും. നെഞ്ചുവേദന മറ്റ് കണ്ടവൻ്റെ വീട് നമ്മളെക്കാൾ ഇത്തിരി വലുതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഞാനില്ലേ, അതാണ് നെഞ്ചുവേദന അവിടെ എടുക്കണം. ഞാൻ ഈ ഞാനുണ്ട്. ഈ ഞാൻ ആര്? അത് ബൈബിൾ ചോദിക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ ആര് രക്ഷിക്കും ഈ അഹംഭാവത്തിൽ നിന്ന്? അത് തന്നെ ജീസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ യോഹന്നാൻ പറയും ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇവൻ ഭയങ്കര പുള്ളിയാണ്. ഇവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വന്നിരിക്കുന്ന ആളാണ്. എന്നോട് അപ്പ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എന്ത് വല്ലാത്ത പറച്ചിലാണ് യോഹന്നാൻ പറയണത്. അതായത് ഇന്ന് യേശുവിൻ്റെ ജ്ഞാനസ്ഥാനത്ത് തിരുനാളല്ലേ. അപ്പോൾ എന്താ യോഹന്നാൻ പറയണത്? ഇവൻ ഭയങ്കര പുള്ളിയാണ്. ഇവൻ ആരാണ്? യോഹന്നാൻ 1:29 പറയും ഇവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടി അപ്പ പറഞ്ഞു വിട്ടിരിക്കുന്ന ആളാണ് ഇവൻ. പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? ഇവനും വളരണമെങ്കിലേ ഞാൻ ചെറുതാകണമെന്ന്. അതാണ് വിഷയം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്നുള്ള സംഭവം നിലനിൽക്കുന്ന കാലം ആ ഞാൻ ഉണ്ടാക്കുന്ന റിസൾട്ടിൽ പാപത്തിൻ്റെ ഒരു മേഖല ഉണ്ടാകും. അതാണ് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് 4:16 പറയുമ്പോൾ
മരണത്തിൻ്റെ നിഴൽ വീണ മേഖലയിൽ താമസിക്കുന്നവരെ, മരണത്തിൻ്റെ നിഴൽ വീണ മേഖലയാണ്. ഇപ്പോൾ ഒരു പാപമായിട്ട് ഒരാൾക്കുണ്ടാകത്തില്ല. അതിലേറ്റവും വലിയ പാപം നിങ്ങൾ ഓർക്കും സെക്സാണെന്ന് വിചാരിക്കും. ബൈബിൾ സെക്സിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. 6ാമത്തെ സ്ഥാനമേ സെക്സിനുള്ളത്. നമ്മൾ പറഞ്ഞ് സെക്സ് ഒന്നാക്കിയതാണ്. മനസ്സിലായില്ലേ? കാര്യം ബൈബിളിൽ സെക്സ് എന്ന് പറഞ്ഞ സംഭവത്തിന് 6ാമത്തെ സ്ഥാനമേ ഉള്ളൂ. കാരണം 6ാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുതെന്നുള്ളത്. വ്യഭിചാരം ചെയ്തെന്നുള്ള 6ാമത്തെ കൽപ്പനയാണ്. 1ാമത്തെ കൽപ്പന അല്ല. 1ാമത്തെ കൽപ്പന ആരാണ്? വേറെ ഒരു ഞാനുണ്ടെന്നാണ് പറയണത്. എന്താണ്? നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പുറപ്പാട് 20:3. പുറപ്പാട് 20:3. ഞാനല്ലാതെ വേറെ ദേവന്മാർ മറ്റൊരു ദേവന്മാർ നിനക്കുണ്ടാകരുത്. അതാണ് ഞാൻ. എന്താ ഇപ്പം പറയണത്? ഈ ഞാൻ എന്ന് പറയുന്ന ദൈവം നമ്മൾ വളരുകയും ഈ ജഡത്തിലുള്ള ഞാൻ ചെറുതാകുകയും ചെയ്യണം. ബൈബിളിൻ്റെ ഒരു ഇക്വേഷൻ അതാണ്. അതായത് ദൈവമാകുന്ന ഞാൻ എന്നിൽ വളരണം. ക്രിസ്തുവിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ക്രിസ്തു എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല. എന്താണ്? ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചാൽ അതിൻ്റെ ടെൻഡൻസി എന്താണ്? വളർന്നുകൊണ്ടേയിരിക്കും നമ്മളിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഞാനെന്ന് പറയുന്ന ജഡിക ഞാൻ, എൻ്റെ ഇച്ഛാശക്തി, ഇപ്പം നമുക്കുണ്ടാകുന്ന വൈരാഗ്യങ്ങളില്ലേ, ബൈബിളിൽ ക്ഷമിക്കാനൊക്കെ പറയത്തില്ലേ? പിന്നെ എൻ്റെ പട്ടി ക്ഷമിക്കും. ഏത് പട്ടിക്കൊരു കാലം ഉണ്ടാകും. ഏത് പുളിച്ചും പൂക്കും. എൻ്റെ പുളിച്ചും പൂക്കും. അപ്പോൾ ഞാൻ അവിടെ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹർട്ടാകും നമ്മൾ. ഇതാണ് ഞാൻ, ജഡിക ഞാനെന്ന് പറയുന്നത്. ഈ ദൈവം നമ്മൾ വളർന്നു കഴിയുമ്പോൾ അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും. പോകാൻ പറ, പൊയ്ക്കട്ടെ, കളയട്ടത്. ദൈവനാമത്തിൽ നമ്മളത് കണ്ടില്ലെന്ന് വെക്കും. ഈ ക്ഷമ വളരുമ്പോൾ അതിൻ്റെ കൂടെ ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. അതാരാണ്? ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ അനുഭവ തലങ്ങളാണ് സഹിക്കുന്ന സ്നേഹം. ഇപ്പം സഹിക്കുന്ന സ്നേഹമാണ് നിന്നിൽ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിൻ്റെ അയൽവാസി പല പരിപാടിയും കാണിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ അയൽവാസി കാണിക്കുന്ന പരിപാടി എന്താണ്? വേസ്റ്റ് കൊണ്ടുപോകും നമ്മുടെ മുറ്റത്തിടും, അല്ലെങ്കിൽ നമ്മുടെ വെയിലിപ്പുറത്തിടും. നമ്മളില്ലാത്ത സമയത്ത് നോക്കി നമ്മുടെ സാധനം എടുത്തുകൊണ്ട് പോകും. എൻ്റെ അച്ഛൻ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാണ്? മനുഷ്യൻ്റെ കണ്ണ് വെട്ടി അപ്പം അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരാതെ നീ ഉരലെ കെട്ടിപ്പിടിച്ച് വീട്ടിയിരിക്കണവരുണ്ട് പാവത്തുങ്ങൾ. കൊണ്ടേ തിന്നെ, നീ കൊണ്ടുപോയ കർത്താവ് എനിക്ക് തരുമെന്ന് പറഞ്ഞ് പോരണ്ടേ? അപ്പോൾ എന്താണ്? കർത്താവ് നിന്നെ വളരുന്നു. കൈയടിക്കട്ടെ. അപ്പോൾ യോഹന്നാനോട് പറഞ്ഞേ, വേറെ ഒരുത്തൻ നമ്മുടെ കൂടെ ജോർദാൻ്റെ അക്കരെ ഉണ്ടായിരുന്ന ആളില്ലേ, അങ്ങേര് നിന്നെപ്പോലെ ജ്ഞാനസ്ഥാനം കൊടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ്. കർത്താവിന് വാസ്തവത്തിൽ ജ്ഞാനസ്ഥാനം ആരും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. യോഹന്നാനെ കൊണ്ട് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് യോഹന്നാനെ കൊണ്ട് ഈ പ്രബോധനം പറയിപ്പിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഒരു ജ്ഞാനസ്ഥാനം കൊണ്ട് കൊടുത്തത് കർത്താവ്. അപ്പോൾ കർത്താവ് ജ്ഞാനസ്ഥാനം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിലാണ്, വെള്ളത്തിലല്ല, പശ്ചാത്താപത്തിൽ ജ്ഞാനസ്ഥാനമല്ല. അത് ഏൽപ്പിച്ചിരിക്കുന്ന യോഹന്നാനെയാണ്. എന്നിട്ടും കർത്താവ് ജ്ഞാനസ്ഥാനം കൊടുത്തത് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്താണ്? ജ്ഞാനസ്ഥാനത്തിലൂടെ, സഹനത്തിലൂടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനിഷ്ടമായി. ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇഷ്ടത്തിന് അനിഷ്ടമായി ബെൻഡായിട്ട് വേറെ ഇഷ്ടം വരും. ആരുടെ ഇഷ്ടം വരും? വേറെ ഒരു ഞാനുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം വരും. അതിനാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത്. അതിന് ദൈവ ഇഷ്ടത്തിന് ഞാൻ എണ്ണത്തിന് തയ്യാറാക്കുന്നതാണ് ജ്ഞാനസ്ഥാനം. അത് വെള്ളം കോരി ഒഴിക്കണ കേസുകത്ത് മാത്രമല്ല. നീ ഒരു വെള്ളം കോരി ഒഴിച്ചില്ല, നിനക്ക് കർത്താവിനെ നിൻ്റെ ഹൃദയത്തിൽ വളരണം എന്ന് നീ ആഗ്രഹിച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിൻ്റെ ഇഷ്ടം മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ അപ്പോഴും നീ ജ്ഞാനസ്ഥാനപ്പെട്ടിരിക്കും. എന്താ ജ്ഞാനസ്ഥാനം എന്ന് പറയണത്? നമ്മുടെ ഇഷ്ടത്തിനെതിരെ വേറെ ഒരു ഇഷ്ടം കയറി വരികയും അത് ദൈവനാമത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ദൈവേഷ്ടമായിട്ട് കൺവേർട്ട് ചെയ്യും. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ ഇഷ്ടത്തിനെതിരെ വേറെ ഇഷ്ടം കയറി വരും. അത് ദൈവേഷ്ടമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ അതൊരു ജ്ഞാനസ്ഥാനമായിട്ട് മാറും. എന്താണ്? നിന്നെ പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഉപാധിയായി മാറും. ഇപ്പം നീ ഒരു കുഞ്ഞുടുപ്പ് തയ്പ്പിച്ചു,
കുറച്ച് പൊട്ട് വാങ്ങിച്ച് വെച്ച്, കുറച്ച് കരിമഷി മേടിച്ച് വെച്ചു, കുറച്ച് കരിവളം മേടിച്ച് വെച്ചു. അപ്പോൾ നീ ഉടനെ പ്രഗ്നൻ്റ് ആയുള്ള അമ്മയാണെങ്കിൽ പറയും, എൻ്റെ കുഞ്ഞുവാവ് വരുമ്പോൾ ഞാൻ ആരുടെയും കൊതി തട്ടാതിരിക്കാൻ വേണ്ടി കരിവള ഇടിക്കും. വല്ല കാര്യമുണ്ടോ? കരിവള അന്ധവിശ്വാസമാണ്. നമ്മുടെ കരിവള ഇടാത്ത വല്ലവരും ഉണ്ടാ? എന്താ കരിവള കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടതാണ് സംഭവം. എൻ്റെ കുഞ്ഞിനെ വേറെ ആരെയും നോക്കരുതെന്ന്. എൻ്റെ കുഞ്ഞ് പറ്റിയിട്ടില്ലേ? ഞാൻ വന്ന വരവ് കണ്ടില്ലേ? എൻ്റെ കുഞ്ഞിനെ വേറെ ആരും നോക്കരുത്, ആരും കണ്ണ് തട്ടരുത്, അതുകൊണ്ട് കരിവള ഇട്ടിട്ട് കരിമഷ കണ്ണൊക്കെ ഇങ്ങനെ എന്ത്. ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പ്രാകൃത വേഷമാണ്. ഞാൻ ചോദിക്കും, നീ തന്നെ ഇത് പറ്റതാണെന്ന് ചോദിക്കും. പക്ഷേ അമ്മ തന്നെ മിടുക്കിയായിരിക്കണം. കൊച്ചാണെങ്കിൽ മൊത്തം കരിവാരി തേച്ച് എന്നാൽ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് കണ്ണ് തട്ടരുതെന്ന്. അങ്ങനെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ ആവരുത്, അങ്ങോട്ട് പോരുത്, അവിടെ പോയി കളിക്കരുത്, അവർ ചീത്ത പിള്ളേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തള്ള അവർ സ്ക്രൂ ചെയ്തിട്ട് ഈ കുഞ്ഞിനെ വേറെ ഒരു പണ്ടാരമായിട്ട് വളർത്തിക്കൊണ്ട് വരും. വേറെ സാധനം, മറ്റുള്ളവരുടെ അരിശം, പുച്ഛം. കാര്യം ഇവരുടെ പുച്ഛവും അരിശവും ഒക്കെ കുഞ്ഞിനങ്ങോട്ട് കൊടുക്കും. ഇതാണ് ഞാനെന്ന് പറയുന്നത്. ഈ ഞാൻ ചെറുതാകണമെന്നാണ് പറയണത്. ഇത് വെച്ചോണ്ട് ഉടമ്പടി മുന്നോട്ട് പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പം എന്താണ് ഉടമ്പടി പറഞ്ഞത്? എന്താണ്? അവൻ വലുതാകണം. അവന് എല്ലാ മനുഷ്യരെയും വെറുപ്പില്ല ആരോടും. ചുങ്കക്കാരോട് പറയും, മത്തായി കൂടെ വന്നാൽ പറയില്ല, നിൻ്റെ കൂടെ ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിക്കണതേ 10 മനുഷ്യരെ കാണണം. അതാണ് പ്രശ്നം. കണ്ണ് നിറഞ്ഞു പോകും കർത്താവിൻ്റെ കളി കണ്ടു കഴിഞ്ഞാൽ. ചുങ്കക്കാരൻ അബോമിനൽ പേഴ്സണാണ്. ചുങ്കക്കാരന് എല്ലാവർക്കും പുച്ഛമാണ്. ഇവരെ കാണുന്നതിന് അവർ തുപ്പും. ഉടനെ അവനെ വിളിച്ച് പറയും, നിന്നെ കൊണ്ട് കുറച്ച് പണി ദൈവത്തിനുണ്ട്, അത് ഞാൻ ചെയ്യിക്കും, നീ എൻ്റെ ചരിത്രം എഴുതും. പക്ഷെ അതിക്ക് മുമ്പ് നിന്നെ ഒന്ന് വയറ്റ് വാഷ് ചെയ്യാറുണ്ട് എനിക്ക്, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കും. സഖ്യഭൂഷണൻ പറഞ്ഞു, നീയും ചുങ്കക്കാരനാണ്, നിന്നെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് നാട്ടിൽ. ഈ സമൂഹത്തിൽ നിന്നെക്കുറിച്ച് പേരില്ല, നിന്നെക്കുറിച്ച് ദുഷ്പേരാണ് ആൾക്കാർ പറയണത്. നിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മോന്ത പോവും. അത് ഞാനൊക്കെ മാറ്റിയെടുക്കും, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും. ഈ സഖ്യഭൂഷൻ്റെ വീട്ടിലും ഈശോ പോയി, ഈ മത്തായിയുടെ വീട്ടിലും പോയി. 2 പേരുടെ വീട്ടിലും ചെയ്തത് എന്താ? ഭക്ഷണം കഴിക്കണേ. ഇത് 2 പേരുടെ വീട്ടിലും ഭക്ഷണം കഴിച്ചു. അപ്പോൾ എന്താ? അവരെ മുഖ്യധാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ദൈവപൈത ഓർക്കുക, നീ എത്ര മോശപ്പെട്ടതാണെന്ന് ഈ സമൂഹം പറഞ്ഞാലും ദൈവം നിന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം എന്താണ്? നീ ദൈവത്തിൻ്റെതാണ്. ദൈവത്തെ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. സഖ്യേവൂസിൻ്റെയും മത്തായിയുടെ വീട്ടിൽ കർത്താവ് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും വന്ന് വേലിക്ക പാത്തുനിന്ന് ഇങ്ങനെ വേലിക്ക മുകളിൽ തലയിട്ടോണ്ട് നോക്കുകയാണ്. ഇതെന്ത് ഇവൻ്റെ വീട്ടിൽ കർത്താവ് കയറിയത്? ഇവൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ കർത്താവ് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടപ്പോൾ ആൾക്കാർക്കെല്ലാം മനസ്സിലായി, സഖ്യേവൂസും മത്തായിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറയും, നിങ്ങളും വാ എന്ന് വേലിക്ക ഇങ്ങനെ തലപൊക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കും മത്തായിയുടെ വീട്ടിൽ നിന്ന്. അവരും വന്ന്, അവർ പണ്ട് മത്തായിനെ പൂജിച്ച ആൾക്കാരൊക്കെയാണ്, അവരും വന്ന് അവിടെ കൂടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവരെ ഈ സ്നേഹത്തിൻ്റെ മുഖ്യധാരയെ കൊണ്ടുവരും. സഖ്യഭൂഷനാണെങ്കിൽ വല്ലാത്ത 2 പേരും പറഞ്ഞ്, മത്തായി പറഞ്ഞ്, കർത്താവേ എനിക്ക് പണി വേണ്ട കേട്ടോ, നിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ നിന്നെ തന്നെ മതി, ഞാൻ നിൻ്റെ കൂടെ വല്ല എഴുത്തും കുത്തുമായിട്ട് നടന്നേക്കാം. അങ്ങനെ മത്തായി കൂടെ പോന്നു. സഖ്യഭൂസ് പറഞ്ഞ, കർത്താവേ ജനത്തിന് എന്നെ വേണ്ട, ജനത്തിന് എന്നെ പുച്ഛമാണ്, ജനത്തിന് എന്നെ വൈരാഗ്യമാണ്. പക്ഷേ ഈ ജനം കണ്ട, ഈ ജനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലേ, എനിക്കത് മതി, എനിക്ക് പിന്നെ ഈ സ്വത്തെന്തിനാ, എല്ലാം ഞാൻ കളയുകയാണ്, എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം. എന്താണ്? നീ എന്നിട്ട് വളർന്നാൽ മതി, ഞാൻ ചെറുതായാൽ മതി എന്ന്. കണ്ട സഖ്യഭൂഷ കണ്ട ശ്രുതിയുടെ വെയിറ്റ് ചെയ്യും. എത്ര കാലം വേണമെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നിനക്ക് വേണ്ടി എത്ര കാലം വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു ദൈവം ഉണ്ടപ്പോൾ നീ എന്തിനാ വിഷമിക്കേണ്ട? ദൈവം പോയതല്ലേ. ശ്രുതിയുടെ ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ ഒരു പഴയ സ്നേഹത്തിൻ്റെ ഓൾഡ് സ്റ്റോക്ക് എന്നില്ലേ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓൾഡ് സ്റ്റോക്ക് ഇല്ല. അത് എപ്പോഴെന്ന് പറയും, നമുക്കൊക്കെ ഉണ്ട്. എൻ്റെ ഒരു പഴയ സ്നേഹിതയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഇപ്പം എവിടെയാണോ ആവോ. നമ്മളങ്ങനെയല്ല പറയണത്. എൻ്റെ ഒരു പഴയ സ്നേഹിതയായിരുന്നു, കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഇപ്പം എവിടെയാണോ ആവോ.
എന്ന് നമ്മൾ പറയണത്. പക്ഷേ ദൈവം പറയത്തില്ല എനിക്ക് പണ്ടൊരു സ്നേഹത ഉണ്ടായിരുന്നു, ഇപ്പം എവിടെയാണോ ആവോ. അങ്ങനെ ദൈവം നിന്നോട് പറയത്തില്ല. ദൈവം പറയും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതാണ് പറയുന്നത്, ഓരോ പ്രഭാതത്തിലും അവൻ്റെ നിന്നോടുള്ള സ്നേഹം പുതിയതാണെന്ന്. സ്തുതിക്കട്ടെ. വിലാപങ്ങൾ 3:22, 23. വിലാപങ്ങൾ വിലപിച്ചുകൊണ്ട് പ്രവാചകൻ പറയണത് എന്താണെന്ന് നോക്കിയേ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പറഞ്ഞ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കണ്ടില്ലേ, ഉടമ്പടി വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വിശ്വസ്തത അചഞ്ചലമാണ്. എന്ന് വെച്ചാൽ നീ ഉടമ്പടി ഇട്ടും പോയാലും നിന്റെ ദൈവം നിന്റെ ഉടമ്പടി ഇട്ടു പോകത്തില്ല. മനസ്സിലായില്ലേ? നീ ഉടമ്പടി ഇട്ടു പോയാലും നിന്റെ ഉടമ്പടി, നിന്നോട് ചെയ്ത ദൈവം ചെയ്ത ഉടമ്പടി ഇട്ടു പോകത്തില്ല. അപ്പം നിങ്ങളാരും പറയരുത് പണ്ട് ഞാൻ ഉടമ്പടിയിലായിരുന്നു ഇപ്പം അല്ലെന്ന് പറയരുത്. കർത്താവ് പറയും ഇപ്പോഴും ആണെന്ന് പറയും. കാര്യം എന്താണ്? എനിക്ക് നിന്നോടുള്ള സ്നേഹം ഓരോ പ്രഭാതത്തെയും പുതിയതാണ്. കൈയടിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന.